ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഡ്രസ്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഇത് ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് കേട്ടോ ഇന്ന് വർക്ക് കൊടുക്കുന്നത്. നമ്മൾ 4-5 വീഡിയോയിൽ ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഡ്രസ്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രെയിം നമ്പർ 12 വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം നമ്പർ 12 വെച്ച് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ നെക്ക് ഫുള്ളും കവറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു പേസ്റ്റൽ ഗ്രീനാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ടോണിലുള്ള റൗണ്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. 3mm ബീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷുഗർ ബീഡ്സ് കൂടെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയലും വെച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടാലോ. ഇതുപോലെ നെക്കിൽ തന്നെ ഫുള്ളും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് റൗണ്ടഡ് പൊസിഷനിലും കുറച്ച് ലീഫുമാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ റൗണ്ടഡ് പൊസിഷനിൽ നമുക്കിതുപോലെ ഗ്രീൻ കളർ ബീഡ്സ് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ച് 3 ഷുഗർ ബീഡ് ഇതുപോലെ ചരിച്ച് വെച്ച് ലീഫായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. നീഡിൽ നമ്പർ 12 ആണ്. ഇതുപോലുള്ള നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് കേട്ടോ നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ട് ഒരു ഗ്രീൻ കളർ ബീഡ് കൊടുക്കുന്നുണ്ട്. അതിന് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 6 ബീഡ് എടുത്തിട്ട് ഇടയ്ക്ക് 2-3 ബീഡ് ഇടവിട്ടൊന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോക്ക് കൊടുത്താൽ മാത്രമേ നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോക്ക് കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. വളരെ ഈസി ആയിട്ട് വെറും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. ഞാനിതിപ്പം നെക്കിൽ മാത്രമാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നമുക്ക് 2 സ്ലീവിൽ വേണമെങ്കിലും ഈ സെയിം വർക്ക് തന്നെ ചെയ്യാം. നമ്മുടെ മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ടോൺ ബീഡ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. ബിഗിനേഴ്സിനാണെങ്കിൽ പോലും അത്യാവശ്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.